Hey everyone, welcome back to the channel. അപ്പോൾ വീണ്ടും ഒരു ഐഫോൺ പെരുമഴക്കാലം. ആപ്പിൾ ഐഫോൺ 17 സീരീസ് റിലീസ് ചെയ്തിരിക്കുകയാണ്. ആമസോണിന്റെയും ഫ്ലിപ്കാർട്ടിന്റെയും ഓഫർ ടൈമും സെയിലും കൂടെ ആയി കഴിഞ്ഞപ്പോൾ എല്ലാവർക്കും കഴിഞ്ഞ കൊല്ലത്തെ സീരീസ് എടുക്കണോ അല്ല ഇപ്രാവശ്യത്തെ 17 സീരീസിന് പോകണോ എന്നുള്ളൊരു കൺഫ്യൂഷൻ അതിലേറെ. അപ്പോൾ ഐഫോൺ 16 പ്രോക്ക് പോകണോ അല്ല ഐഫോൺ 17 പോകണോ എന്നുള്ളൊരു കൺഫ്യൂഷൻ ക്ലിയർ ചെയ്യാനും ഐഫോൺ 17 സീരീസിന്റെ പ്രത്യേകതകൾ ടച്ച് ചെയ്യുവാനും ഈ കൂട്ടത്തിൽ ഏറ്റവും മെലിഞ്ഞ് ചെത്ത് പയ്യനായി നിൽക്കുന്ന ഐഫോൺ 17 എയറിനെ പറ്റിയും നമ്മളൊന്ന് ടച്ച് ചെയ്യുന്നതാണ്. അപ്പോൾ ഐഫോണിന്റെ എല്ലാ സ്പെക്സും ഞാൻ വരിവരിയായി ഇവിടെ ലിസ്റ്റ് ചെയ്ത് നിങ്ങളെ ഇൻഫർമേഷൻ ഒരു ഓവർലോഡ് തരുന്നില്ല. നമ്മൾ ക്വിക്കായിട്ട് കമ്പയർ ചെയ്യാൻ ഈ ഒരു ടേബിളിൽ ഐഫോൺ 16, ഐഫോൺ 17, ഐഫോൺ 16 പ്രോയും 17 പ്രോയും നമ്മൾ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇപ്രാവശ്യത്തെ ഏറ്റവും സർപ്രൈസിംഗ് ആയിട്ടുള്ള ഫാക്ടർ ബേസ് മോഡൽ ഐഫോൺ 17 256 GB ആണ് സ്റ്റാർട്ടിംഗ് സ്റ്റോറേജ് സ്പേസ്. സാധാരണ ഐഫോണിന്റെ ബേസ് മോഡൽ എപ്പോഴും 120 GB തുടങ്ങിയത്. അപ്പോൾ ഇപ്രാവശ്യം ആപ്പിൾ അത് തലകീഴായി മറിച്ചിരിക്കുന്നത് 256 GB ആണ് ഐഫോൺ 17 സ്റ്റോറേജ് വരുന്നത്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ കൊല്ലത്തെ ഐഫോൺ 16 റേറ്റ് എടുത്താൽ പ്രൈസിംഗ് വൈസ് നോക്കുകയാണെങ്കിൽ 128 GB ഐഫോൺ 16 52,000 ആയിരുന്നു. ഐഫോൺ 17 നമുക്ക് അങ്ങനെ ഒരു സിമിലർ കമ്പാരിസൺ ഇല്ല, കാരണം 128 GB വരുന്നില്ല. ഇനി ഐഫോൺ 16 പ്രോ എടുക്കുകയാണെങ്കിൽ 75,000ഉം ഐഫോൺ 17 പ്രോ ആണെങ്കിൽ അതിലും നമുക്ക് ഇപ്രാവശ്യം 120 GB ഒന്നും ഇല്ല. അപ്പോൾ ഒരു കാര്യം തുടക്കത്തിൽ പറയട്ടെ, ഐഫോൺ 16 പ്രോ ആപ്പിൾ ഡിസ്കണ്ടിന്യൂ ചെയ്തിട്ടുണ്ട്. സാധാരണ ചെയ്യുന്ന പോലെ തന്നെ ആപ്പിൾ അവരുടെ പുതിയ പ്രോ സീരീസ് വരുമ്പോൾ ബാക്കിയുള്ള പഴയ പ്രോ സീരീസിനെ ഡിസ്കണ്ടിന്യൂ ചെയ്യും. ആമസോണിൻ്റെ സെയിലിലും ഫ്ലിപ്കാർട്ട് സെയിലിലൊക്കെ കിട്ടുന്നത് നമ്മുടെ പഴയ സ്റ്റോക്ക് എന്തെങ്കിലും ഉള്ളതാണ് നമുക്ക് സെയിലിൽ കിട്ടുന്നത്. അപ്പോൾ നമ്മൾ ഈ ടേബിൾ നോക്കുകയാണെങ്കിൽ പ്രൈസിങ് ഇപ്പോൾ നോക്കിയാൽ 256 GB സ്റ്റാർട്ടിങ് നോക്കുകയാണെങ്കിൽ ഐഫോൺ 16 കഴിഞ്ഞ കൊല്ലത്തത് 62,000ഉം 17 83,000ഉമാണ്. അതായത് 16-നേക്കാളും ഒരു 21,000 രൂപ നമ്മൾ കൂടുതൽ കൊടുക്കണം. നമ്മൾ 16 പ്രോ എടുക്കുകയാണെങ്കിലോ 85,000 ആണ്. എന്ന് വെച്ചാൽ 17-നേക്കാളും വെറും 2,000 രൂപ നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ കഴിഞ്ഞ കൊല്ലത്തെ ഓൾമോസ്റ്റ് ഫ്ലാഗ്ഷിപ്പ് ആയിട്ടുള്ള പ്രോ സീരീസ് ഐഫോൺ 16 പ്രോ നമുക്ക് കിട്ടുന്നതാണ്. ഈ മോഡൽ തന്നെയാണ് ഇപ്പോൾ ഫ്ലിപ്കാർട്ട് ഭയങ്കര അടിപൊളിയായിട്ട് ആഡൊക്കെ കൊടുത്ത് വളരെ 70,000 കിട്ടുമെന്ന് പറഞ്ഞിട്ട് ആഡ് ചെയ്തിരിക്കുന്നത് ഇപ്രാവശ്യത്തെ സെയിൽ തുടങ്ങുമ്പോൾ. അപ്പോൾ എന്തായാലും ഒന്നും തള്ളും ഒക്കെ ആയിട്ടും രാവിലെ പുലർച്ചക്കൊക്കെ ഈ സെയിൽ തുടങ്ങുമ്പോൾ തന്നെ എനിക്ക് തോന്നുന്നു ഉള്ള സ്റ്റോക്കൊക്കെ തീരും. അതുകൊണ്ട് എനിക്ക് തോന്നുന്നില്ല ഇവർ ഈ പറയുന്ന 70,000 നമുക്ക് ആ ഒരു ഫോൺ ഈ സെയിലിൽ കിട്ടുന്നുള്ളത്. എങ്കിൽ പോലും നമുക്ക് ഈ കമ്പാരിസണിന് വേണ്ടി ഈ ഒരു റേറ്റ് എടുക്കാം. ഇപ്പോൾ MRP ആയിട്ട് കാണിക്കുന്ന 83,000ഉം 85,000ഉം 17ഉം 16 പ്രോയും. അപ്പോൾ വെറും 2,000 രൂപ കൊടുത്താലും നമുക്ക് കുറച്ചും കൂടെ ഒരു 3 ക്യാമറ സെറ്റപ്പ് ഉള്ള കുറച്ചും കൂടെ പ്രോ സീരീസിലുള്ള ഒരു ഫോൺ കഴിഞ്ഞ കൊല്ലത്തതായാലും അത് എടുത്തൂടെ, അതല്ലേ ബെറ്റർ എന്ന് വിചാരിക്കുന്നുണ്ടാവും. പക്ഷേ കുറച്ച് ചെറിയ കാര്യങ്ങൾ നമ്മൾ ഡെപ്തിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാകും അതല്ല ശരിക്കുള്ള സെനാറിയോ എന്നുള്ളത്. അപ്പോൾ ഐഫോൺ 17 പ്രോ നോക്കിയാൽ 1,35,000 ആണ് വരുന്നത്. അതായത് 16 പ്രോനെക്കാളും നിങ്ങൾ 50,000 റുപ്പീസ് കൂടുതൽ കൊടുക്കണം. എനിക്ക് തോന്നുന്നത് ഈ ഐഫോൺസ് ഷോപ്പ് ചെയ്യാൻ മാർക്കറ്റിലുള്ളത് ഒരു 3 ടൈപ്പ് കാറ്റഗറി ആൾക്കാരായിരിക്കും. ഒന്ന്, നിങ്ങൾ ചിലപ്പോൾ ഒരു നോർമൽ ഒരു ഐഫോൺ യൂസർ ആയിരിക്കും. വളരെ ബേസിക് ആയിട്ടുള്ള ഒരു ക്യാമറ ഫീച്ചേഴ്സ് ഒക്കെ നിങ്ങൾക്ക് വേണം. വൺസ് ഇൻ എ വൈൽ ഒരു ഗെയിമിംഗ് ഒക്കെ കളിക്കും. പിന്നെ സോഷ്യൽ മീഡിയ അത്യാവശ്യമായിട്ട് ഉപയോഗിക്കും. മാത്രമല്ല ഒബ്വിയസ്ലി ഫോൺ കോൾസും നിങ്ങൾക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി രണ്ടാമതൊരു കാറ്റഗറി നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾ ഒരു പ്രോ യൂസർ ആയിരിക്കും. ക്യാമറ ആപ്പിലൊക്കെ വളരെ മൈന്യൂട്ട് ആയിട്ടുള്ള ഡീറ്റെയിൽസും സെറ്റിംഗ്സ് ഒക്കെ നോക്കി റോ ഫോട്ടോസിലും പ്രോ വീഡിയോസിലൊക്കെ വളരെ താല്പര്യമുള്ളതും വീഡിയോ എഡിറ്റിംഗ് ഫോണിൽ തന്നെ വീഡിയോ എഡിറ്റിംഗ് ആപ്സ് ഒക്കെ യൂസ് ചെയ്യുന്ന ആൾക്കാരും വളരെയധികം സോഷ്യൽ മീഡിയ കോണ്ടന്റ് ജനറേഷനിൽ ഫോക്കസ്ഡ് ആയിട്ട് ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ആൾക്കാരും അല്ലെങ്കിൽ വളരെയധികം ഗെയിമിംഗ് ഇഷ്ടപ്പെടുന്ന ഗെയിമിംഗ് കുറേ അധികം നേരം കളിക്കുന്ന ആൾക്കാരോ ഒരു പ്രൊഫഷണൽ ഫോട്ടോഗ്രാഫറോ, അപ്പോൾ ഇങ്ങനെയുള്ള ഒരു പ്രോ യൂസറും കൂടെ ഈ ഒരു കാറ്റഗറിയിൽ ഉണ്ടാവും. പിന്നെ ഉള്ളത് ഒരു ഫോൺ വാങ്ങിച്ചിട്ട് കുറേ കാലമായിട്ട് യൂസ് ചെയ്തിട്ട് ഒരു 6 to 7 years കഴിഞ്ഞിട്ട് നിങ്ങൾ അപ്ഗ്രേഡ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ എന്തായാലും നിങ്ങളൊരു അപ്ഗ്രേഡ് സൈക്കിൾ വളരെ കൂടുതലായതുകൊണ്ട് തന്നെ നിങ്ങൾ വിചാരിക്കും ഓക്കെ ഞാൻ എന്തായാലും 50,000 എത്ര പൈസ ആയാലും ഞാൻ നല്ലൊരു ഫോൺ മേടിക്കാം, ഏറ്റവും ടോപ്പ് ഓഫ് ദ ലൈൻ. ഈ ഒരു 3 കാറ്റഗറിയാണ് എനിക്ക് തോന്നുന്നത് മോസ്റ്റ് പ്രോബ്ലി മാർക്കറ്റിലുള്ളത്. ആ ഒരു സംഗതി തന്നെ മനസ്സിൽ വെച്ചുകൊണ്ട് നമുക്ക് ഈ ടേബിൾ ഒന്നും കൂടെ നോക്കാം. അപ്പോൾ നമുക്ക് ആദ്യം ഇതിന്റെ ഒരു അവൈലബിൾ കളേഴ്സ് ഏതൊക്കെയാണെന്ന് ഒന്ന് പെട്ടെന്ന് നോക്കാം. ഏറ്റവും അധികം പോപ്പുലർ ആയിട്ടുള്ള കളർ ബ്ലാക്ക് കളർ ആയതുകൊണ്ട് തന്നെ നിങ്ങളിപ്പോൾ ബ്ലാക്ക് ആണ് വാങ്ങാൻ വിചാരിക്കുന്നെങ്കിൽ നിങ്ങൾക്ക് 16ലും 17ലും 16 പ്രോയിലും മാത്രമേ ബ്ലാക്ക് ഓപ്ഷൻസ് ഉള്ളൂ. ഇപ്രാവശ്യത്തെ 17 പ്രോയിൽ നിങ്ങൾക്ക് ബ്ലാക്ക് തരുന്നില്ല. നിങ്ങൾക്ക് കിട്ടുന്നത് സിൽവറും കോസ്മിക് ഓറഞ്ച് പിന്നെ ഉള്ളത് ഡീപ് ബ്ലൂ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കളേഴ്സുമാണ്. പിന്നെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ 16 പ്രോയിൽ നാച്ചുറൽ ടൈറ്റനും
ഡെസേർട്ട് ടൈറ്റാനിയം, നല്ല രസമുള്ള കളേഴ്സാണ്. ബ്ലാക്ക് ടൈറ്റാനിയം അതിൽ വരുന്നുണ്ട്. ലേറ്റസ്റ്റ് ആയിട്ടുള്ള 17 ഐഫോൺ 17 എടുക്കുകയാണെങ്കിൽ സേജ് എന്ന് പറഞ്ഞിട്ട് ഒരു ഗ്രീനിഷ് കളർ ഉണ്ട്, നല്ല രസമുണ്ട് അത് കാണാൻ. ഒരു മിസ്റ്റ് ബ്ലൂ എന്ന് പറഞ്ഞൊരു കളറും നല്ല ഭംഗിയുള്ള ഒരു കളറാണ്. പിന്നെ നിങ്ങൾക്ക് യൂഷ്വൽ ബ്ലാക്കും കിട്ടാനുണ്ട് ഐഫോൺ 17. ഐഫോൺ 16 ബ്ലാക്കും വൈറ്റും പിങ്കും ടീലും അൾട്രാ മെറൈൻ എന്ന് പറഞ്ഞ വേറൊരു കളറുമാണ് ഉള്ളത്. അപ്പോൾ നിങ്ങൾ ബ്ലാക്ക് ആണ് ഇഷ്ടപ്പെടുന്ന കളറെങ്കിൽ ഐഫോൺ 17 അത് കിട്ടും, 16 പ്രോയിലും നിങ്ങൾക്ക് അത് കിട്ടും. 17 പ്രോയിൽ അത് കിട്ടില്ല. പിന്നെ എനിക്ക് തോന്നുന്നു ക്ലോസസ്റ്റ് ആയിട്ട് നിങ്ങൾക്ക് ഡീപ് ബ്ലൂ കളറിന് പോകാൻ പറ്റും. പിന്നെ ഇതിൻ്റെ ഒരു മെറ്റീരിയൽ എടുത്തു കഴിഞ്ഞാൽ ഇപ്രാവശ്യം ഇവർ 17 പ്രോ അലൂമിനിയത്തിലേക്ക് തിരിച്ചു പോയിരിക്കും. കഴിഞ്ഞ കൊല്ലം വളരെ പോംപ് ആൻഡ് ഫെയറോടുകൂടി അവർ കൊട്ടിഘോഷിച്ച ടൈറ്റാനിയം എന്ന് പറഞ്ഞ മെറ്റീരിയലിൽ നിന്ന് ആപ്പിൾ ഇപ്പോൾ തിരികെ അലൂമിനിയത്തിലേക്ക് പോയിരിക്കുന്നു. അത് എന്തുകൊണ്ടാണെന്ന് നമുക്ക് വഴിയെ പറയാം. ഓക്കെ, ഇനി നമുക്ക് സിമ്മിന്റെ കാര്യം പറയാം. സാധാരണ ആൾക്കാർ സിമ്മിനെ പറ്റി സംസാരിക്കാറില്ലല്ലോ, പക്ഷേ ഞാനിവിടെ അത് എടുത്ത് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, അപ്പോൾ നിങ്ങളിൽ പലരും ദുബായിൽ നിന്നോ അല്ലെങ്കിൽ ഗൾഫ് കോർപ്പറേഷൻ കൗൺസിൽ GCC കൺട്രീസിൽ നിന്നോ അല്ലെങ്കിൽ ഈവൻ US നിന്നോ റിലേറ്റീവ്സോ അല്ലെങ്കിൽ ഫ്രണ്ട്സോ ഒക്കെ വരുമ്പോൾ വാങ്ങാം, കുറച്ച് പൈസ ലാഭിക്കാലോ എന്ന് വിചാരിക്കുന്ന ആൾക്കാരുണ്ടാവും. അവർ സൂക്ഷിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇപ്രാവശ്യം ഐഫോൺ 17 17 പ്രോയും ഗൾഫിലും US ഈ സിം മാത്രമേ അവൈലബിലിറ്റി ഉള്ളൂ. അതായത് ഇലക്ട്രോണിക് സിം. ഫിസിക്കൽ സിം, നമ്മുടെ സിം കാർഡ് നമുക്ക് ഇടാനുള്ള സ്ലോട്ട് ഇല്ല ഗൾഫ് കൺട്രീസിലും US വിൽക്കുന്ന ഐഫോൺ 17 17 പ്രോയിലും. ഇപ്പം നിങ്ങൾ ഇന്ത്യയിൽ നിന്നാണ് ഇത് വാങ്ങുന്നതെങ്കിൽ ഐഫോൺ 17 പ്രോ വാങ്ങുന്നതെങ്കിൽ ഫിസിക്കൽ സിമ്മിന് സ്ലോട്ട് ഉണ്ട്. ഈ സിം മാത്രമുള്ള ഫോൺ വാങ്ങുകയാണെങ്കിൽ നിങ്ങൾക്ക് കുറച്ചും കൂടെ വളരെ ചെറിയൊരു തോതിൽ കുറച്ചും കൂടെ വലിയൊരു ബാറ്ററി നിങ്ങൾക്ക് അതിൽ കിട്ടും. അപ്പോൾ നിങ്ങൾക്ക് കുറച്ച് നേരം ഒരു 30 മിനിറ്റ്സ് എങ്കിലും നിങ്ങൾക്ക് ഈ ബാറ്ററി വലുതാകുന്നത് കൊണ്ട് ബാറ്ററി ലൈഫ് കൂടുതൽ കിട്ടും. അപ്പോൾ നിങ്ങൾക്ക് ഫിസിക്കൽ സിം തന്നെ യൂസ് ചെയ്യണം എന്നുള്ള ആൾക്കാരാണെങ്കിൽ ഇന്ത്യയിൽ നിന്ന് വാങ്ങേണ്ടി വരും. ഗൾഫിൽ നിന്ന് മേടിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ US മേടിച്ച് കൊണ്ടുവരികയാണെങ്കിൽ നിങ്ങൾ ഇലക്ട്രോണിക് സിം ആയിട്ട് യൂസ് ചെയ്യേണ്ടി വരും. ഓക്കെ, ഇനി നമുക്ക് ഐഫോണിന്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡിസ്പ്ലേ ഒന്ന് നോക്കാം. റെവല്യൂഷണറി ആയിട്ട് ഇപ്രാവശ്യം ആപ്പിൾ ചെയ്തിരിക്കുന്നത് വെച്ചാൽ ഈ ഡിസ്പ്ലേയിലാണ്. ഐഫോൺ 17 അവർ ഇപ്രാവശ്യം 120 Hz പ്രോ മോഷൻ ഡിസ്പ്ലേ കൊണ്ടുവന്നിരിക്കുകയാണ്. കുറേ കാലമായിട്ട് ആൻഡ്രോയിഡ് യൂസേഴ്സ് ഒക്കെ അവരെ കളിയാക്കിയിരുന്ന ഒരു സംഗതിയാണ്. ഇപ്പോഴും 60 Hz സ്ക്രീനാണല്ലോ ആപ്പിൾ യൂസ് ചെയ്യുന്നതെന്ന് പറഞ്ഞിട്ട്. ബേസ് മോഡലിൽ അവരത് തലകീഴായി മറിച്ചിരിക്കുന്നു. 120 Hz പ്രോ മോഷൻ റിഫ്രഷ് റേറ്റുള്ള ഡിസ്പ്ലേ തന്നെയാണ് കൊണ്ടുവന്നിരിക്കുന്നത്. പിന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡിഫറൻസ് വന്നിരിക്കുന്നത് ബ്രൈറ്റ്നെസ്സിലാണ്. 1000 nits ബ്രൈറ്റ്നെസ് കൂടുതൽ നിങ്ങൾക്ക് 16 പ്രോയിനെക്കാട്ടും കൂടുതൽ നിങ്ങൾക്ക് ഈ ഡിസ്പ്ലേയിൽ കിട്ടും. ഐഫോൺ 16 പ്രോയും 16 എടുത്തു കഴിഞ്ഞാൽ അതിൽ 2000 nits മാത്രമേ ബ്രൈറ്റ്നെസ് ഉള്ളൂ. നമ്മൾ ഇൻഡോറിൽ ഉണ്ടാവുമ്പോഴും പ്രത്യേകിച്ച് ഔട്ട്ഡോറിൽ ഉണ്ടാവുമ്പോഴും നല്ല ബ്രൈറ്റ്നെസ് ഡിഫറൻസ് അത് വരുന്നുണ്ട്. പിന്നെ ഡിസ്പ്ലേയിൽ ഇവർ കൊണ്ടുവന്നിരിക്കുന്ന ഒരു ഇംപ്രൂവ്മെന്റ് സെറാമിക് ഷീൽഡ് 2 ആണ്. അതായത് ആൻറ്റി സ്ക്രാച്ച് കോട്ടിങ്. കഴിഞ്ഞ പ്രാവശ്യം 16 സ്ക്രാച്ചസും ഇതൊന്നും അധികം ഏൽക്കുന്നില്ല എന്നുള്ളത് തന്നെയാണ് ടെസ്റ്റിങ്ങിൽ ആൾക്കാർ പറയുന്നത്. സാംസങ് അൾട്രാ S25 അൾട്രൻ്റെ അത്ര ആൻറ്റി റിഫ്ലക്ഷൻ കിട്ടുന്നില്ലെങ്കിലും ഡെഫിനറ്റ്ലി കഴിഞ്ഞ പ്രൈസ് സീരീസിനെക്കാളും ആൻറ്റി റിഫ്ലക്റ്റീവ് കോട്ടിങ് കുറച്ചും കൂടെ നന്നാക്കിയിട്ടുണ്ട്. ബെസലിൽ ചെറിയൊരു ഡിഫറൻസ് വന്നിട്ടുണ്ട്. ഡെഫിനറ്റ്ലി 17 ബെസൽ കുറഞ്ഞിട്ടുണ്ട്. അപ്പോൾ കുറച്ചും കൂടെ വലിയൊരു സ്ക്രീൻ പോലെ നിങ്ങൾക്ക് തോന്നുന്നതാണ്. പണ്ട് പ്രോ ഫോൺസിൽ ആപ്പിൾ തന്നിരുന്ന സാധനങ്ങൾ ഇപ്പോൾ 17 ബേസ് മോഡലിൽ അവർ തന്നു തുടങ്ങിയിരിക്കുന്നു. അപ്പോൾ ഇത് ഭയങ്കര ഒരു കമ്പല്ലിങ് ഒരു ഫീച്ചർ തന്നെയാണ് നിങ്ങൾക്ക് അപ്ഗ്രേഡ് ചെയ്യുക. 16 പ്രോയും 17 നോക്കുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി ദ ബെസ്റ്റ് ഡിസ്പ്ലേ 17 തന്നെയാണ്. അത് വേർത്താണ് പോകുന്നത്. ഇനി ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അടുത്ത സംഗതി ക്യാമറ. അപ്പോൾ നമ്മൾ 16 ക്യാമറ ഞാൻ കേട്ട് പറയാം. 48 മെഗാപിക്സൽ ഡുവൽ ക്യാമറ സിസ്റ്റമാണ്, 2x ഒപ്റ്റിക്കൽ സൂം, 12 മെഗാപിക്സൽ അൾട്രാ വൈഡ് ക്യാമറയും 12 മെഗാപിക്സൽ ഫ്രണ്ട് ക്യാമറ വിത്ത് റെക്ടാംഗിൾ സെൻസറുമാണ് സെൽഫി ക്യാമറക്ക് തന്നിരുന്നത് ഐഫോൺ 16. അപ്പോൾ ഐഫോൺ 17 എന്താ മാറ്റം വന്നിരിക്കുന്നത് വെച്ചാൽ ഈ മെയിൻ ക്യാമറയിൽ 48 മെഗാപിക്സൽ വിത്ത് 2x സൂം അങ്ങനെയുണ്ട്. പക്ഷേ 12 മെഗാപിക്സൽ നിന്ന് ക്യാമറ അപ്ഗ്രേഡ് ചെയ്തിട്ട് 48 മെഗാപിക്സൽ അൾട്രാ വൈഡ് ക്യാമറ വന്നിരിക്കുന്നു. അപ്പോൾ അൾട്രാ വൈഡ് ക്യാമറയിൽ റെസൊല്യൂഷനും കാര്യങ്ങളും കേപ്പബിലിറ്റിയും കൂടിയിട്ടുണ്ട്. പിന്നെ 18 മെഗാപിക്സൽ ഫ്രണ്ട് ക്യാമറ വിത്ത് സ്ക്വയർ സെൻസർ ആൻഡ് ഒപ്റ്റിക്കൽ ഇമേജ് സ്റ്റെബിലൈസേഷൻ. ഇതാണ് ഭയങ്കര ഒരു ഇമ്പോർട്ടൻ്റ് ചേഞ്ച് വന്നിരിക്കുന്നത്. നമ്മൾ പ്രാക്ടിക്കലി നമ്മളിപ്പോൾ ഒരു ടീം ഡിന്നറിനൊക്കെ പോയാൽ അല്ലെങ്കിൽ നമ്മളിപ്പോൾ ഫ്രണ്ട്സിൻ്റെ കൂടെ കല്യാണത്തിനൊക്കെ നിന്ന് ഫോട്ടോ ഒരു സെൽഫി എടുക്കുന്ന സമയത്ത് നമുക്കറിയാം നമ്മൾ കൈ ഇങ്ങനെ വെച്ചിട്ട് ആ കൈ എപ്പോഴും നമ്മൾ ഫോൺ ചെരിച്ച് പിടിച്ച് ലാൻഡ്സ്കേപ്പിൽ പിടിച്ചിട്ട് നമ്മളൊരു സെൽഫി എടുക്കുമ്പോൾ എന്തുമാത്രം കുറച്ചൊരു ഓക്വേർഡ് ആംഗിളും പിന്നെ നമ്മുടെ കൈയിൻ്റെ ഒരു ഭാഗമൊക്കെ അതിൽ കിട്ടുന്നത് നമ്മളെപ്പോഴും ശ്രദ്ധിക്കാറുള്ളതാണല്ലേ. പിന്നെ ഫുള്ള് എല്ലാവരെയും കിട്ടില്ല. വളരെ വലിയ ക്രൗഡാണെങ്കിലും നമ്മളെല്ലാവരോടും തല
തലയൊക്കെ ഇങ്ങനെ ചെരിഞ്ഞൊക്കെ നിന്ന് ഇൻക്ലൂഡഡ് ആയി തല മാത്രമൊക്കെ കിട്ടുന്ന രീതിയിലൊക്കെ എടുത്ത് വളരെയധികം ബുദ്ധിമുട്ടുന്നത്. ഏറ്റവും അധികം നമ്മൾ സെൽഫിയാണ് ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഉപയോഗിക്കുന്നത് അല്ലേ. ഈ പുതിയ ഐഫോൺ 17 പ്രോയിലുള്ള പുതിയ സെൽഫി ക്യാമറയിൽ അവർ സെൻസർ ആപ്പിൾ റെക്റ്റാങ്കിൾ നിന്ന് സ്ക്വയർ ആക്കിയിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ വേർട്ടിക്കലായിട്ട് ഫോൺ പിടിച്ചിട്ട് സെൽഫി എടുക്കുമ്പോൾ നമുക്ക് വേണമെങ്കിൽ ഒരു ബട്ടൺ അമർത്തുമ്പോൾ നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് ഒരു അൾട്രാ വൈഡ് പോലെ തന്നെ നമുക്ക് കംപ്ലീറ്റ് ആ സ്ക്വയർ സെൻസറിൽ കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് ആ ഫോട്ടോ കിട്ടുന്നതാണ്. ഫ്രണ്ട് ക്യാമറൻ്റെ സ്റ്റെബിലൈസേഷൻ ഭയങ്കര അധികം ഇമ്പ്രൂവ് ചെയ്തിട്ടുണ്ട് സെൽഫി ക്യാമറയിൽ. ഇപ്പോൾ നമ്മൾ റണ്ണിങ് അല്ലെങ്കിൽ ഒരു ജോഗ് ചെയ്ത് ഷോട്ട് എടുക്കുകയാണെങ്കിൽ ആ ഒപ്റ്റിക്കൽ ഇമേജ് സ്റ്റെബിലൈസേഷൻ ഭയങ്കര അധികം ഇമ്പ്രൂവ് ആയിട്ടുണ്ട് എന്നാണ് എല്ലാവരും പറയുന്നത്. കളർ പ്രോസസ്സിംഗ് നോക്കുമ്പോൾ വളരെയധികം ബെറ്റർ സ്കിൻ ടോൺസിൽ നല്ല കളർ പ്രോസസ്സിംഗ് വന്നിട്ടുണ്ട്. നമ്മുടെ സ്ക്രീനിൻ്റെ കളറൊക്കെ കുറച്ചും കൂടി റിയലിസ്റ്റിക് ആയിട്ട് കളർ പ്രോസസ്സിംഗിൽ കിട്ടുന്നുണ്ട് എന്നാണ് എല്ലാവരും പറയുന്നത്. 16 പ്രോയിനൊക്കെ ആയിട്ട് കമ്പയർ ചെയ്യും. അപ്പോൾ ക്യാമറ സിസ്റ്റത്തിൽ ഭയങ്കര ഇമ്പ്രൂവ്മെൻറ്റ് 17 വന്നിട്ടുണ്ട്. ഇപ്പോൾ 16 പ്രോയിൽ നമ്മൾ നേരത്തെ പറഞ്ഞ 48 മെഗാ പിക്സൽ മെയിൻ ക്യാമറ, 48 മെഗാ പിക്സൽ അൾട്രാ വൈഡ് ക്യാമറ വിത്ത് 5x ഒപ്റ്റിക്കൽ സൂം, പിന്നെ 12 മെഗാ പിക്സൽ ഫ്രണ്ട് ക്യാമറ. പക്ഷേ ഇവിടെ ഒരു 16 പ്രോന്റെ ഒരു ഫീച്ചർ ആഡഡ് അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചാൽ പ്രോറസ് ഫോർമാറ്റിൽ എടുക്കാം. റോ ഫോർമാറ്റ് ഫോട്ടോഗ്രാഫേഴ്സും ഇവർക്കൊക്കെ ഉപയോഗപ്പെടുന്ന വളരെയധികം ഹെവി ആയിട്ടുള്ള ഒരു കൂടുതൽ ഇൻഫർമേഷനോട് കൂടി നമുക്ക് ആ വീഡിയോ ഫയൽ എടുത്തിട്ട് നമുക്കത് വളരെ പ്രൊഫഷണലായിട്ട് പിന്നെ എഡിറ്റിംഗ് പോസ്റ്റ് പ്രൊഡക്ഷൻ കാര്യങ്ങളിലൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ 16 പ്രോയിൽ ഉള്ള ഒരു അഡ്വാൻറ്റേജ് ഇതാണ് ക്യാമറ സിസ്റ്റത്തിൽ. പക്ഷേ അത് വളരെ നോർമലായിട്ടുള്ള ഞാൻ നേരത്തെ പറഞ്ഞ കാറ്റഗറിയിലുള്ള നോർമൽ ഐഫോൺ യൂസറിന് അത്ര അധികം ഉപകാരപ്പെടുന്നൊരു സംഗതിയല്ല. പക്ഷേ രണ്ടാമത്തെ കാറ്റഗറിയിൽ പറഞ്ഞ് പ്രോ യൂസർ, അതായത് പ്രൊഫഷണൽ ഫോട്ടോഗ്രാഫറോ അല്ലെങ്കിൽ വളരെയധികം കണ്ടന്റ് ജനറേഷൻ ഫോണിൽ മാത്രം എഡിറ്റിങ്ങും ഷൂട്ടിങ്ങും ഒക്കെ ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ ഡെഫിനറ്റ്ലി അത് ഒരു ഇതാണ്. പിന്നെ ഫ്യൂച്ചറിൽ നമ്മളത് ഉപയോഗിക്കില്ലേ എന്നൊക്കെ പറഞ്ഞാലും നമ്മളതൊന്നും ഉപയോഗിക്കാൻ പോകുന്നില്ല ഒരു നോർമൽ യൂസർ ആണെങ്കിൽ. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ 16 പ്രോന് നമ്മൾ ഏറ്റവും അധികം ഇമ്പോർട്ടൻ്റ് ആയിട്ട് കാണുന്ന ക്യാമറ അഡ്വാൻറ്റേജ് വലിയൊരു അഡ്വാൻറ്റേജ് അല്ല എന്നാണ് ഞാൻ പറയുക. ഒരു നോർമൽ ഐഫോൺ യൂസറോ അല്ലെങ്കിൽ അപ്ഗ്രേഡ് ചെയ്യുന്ന ആൾക്ക് ഐഫോൺ 17 തന്നെ മതിയാകും. ഈ ഐഫോൺ 17 പ്രോൻ്റെ ക്യാമറ സിസ്റ്റം എടുക്കുകയാണെങ്കിൽ ഇപ്പോൾ ഈ പറഞ്ഞ പോലെ അപ്ഗ്രേഡഡ് ട്രിപ്പിൾ ക്യാമറ സിസ്റ്റം തന്നെയാണ്. 48 മെഗാ പിക്സൽ മെയിൻ ക്യാമറ, 48 മെഗാ പിക്സൽ ടെലിഫോട്ടോ ക്യാമറ വിത്ത് 4x സൂം. നേരത്തെ നമ്മൾ പറഞ്ഞ് 16 പ്രോ 5x സൂമാണ്, പക്ഷേ 17 പ്രോയിൽ 4x സൂമാണ്. പക്ഷേ നമ്മളിവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം 56% വലിയ സെൻസറാണ് ഇവിടെ അവർ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ കൂടുതൽ റെസൊല്യൂഷനും 17 പ്രോയിൽ ഉണ്ട്, സൂം കുറവാണെങ്കിലും. പിന്നെ 8x സൂം, പിന്നെ 14 മെഗാ പിക്സൽ സെൻറ്റർ സ്റ്റേജ് ഫ്രണ്ട് ക്യാമറ. നമ്മളിപ്പോൾ നേരത്തെ പറഞ്ഞു വിത്ത് ഒപ്റ്റിക്കൽ ഇമേജ് സ്റ്റെബിലൈസേഷൻ, സ്ക്വയർ സെൻസറാണ്. അപ്പോൾ സെൽഫിയൊക്കെ കിടിലായിരിക്കും ഇനി മുതൽ. അപ്പോൾ ഇതാണ് നമ്മുടെ ഒരു 17 പ്രോ ക്യാമറ സിസ്റ്റം. അപ്പം 16 പ്രോയും 17 നോക്കുമ്പോൾ ക്യാമറയിൽ വെച്ച് നോക്കുമ്പോൾ നമ്മളൊരു നോർമൽ യൂസർ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് 17 മതിയാകും. ഇനി നമ്മൾ പ്രോസസ്സറിൻ്റെ കാര്യം എടുക്കുകയാണെങ്കിൽ ഐഫോൺ 16 A18 ചിപ്പാണ് വരുന്നത്. ഇനി നമ്മൾ 17 വരികയാണെങ്കിൽ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള A19 ചിപ്പും 5 കോർ GPUം 8 GB റാമുമാണ് വരുന്നത്. 16 പ്രോയിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ കൊല്ലത്തെ A18 പ്രോ ചിപ്പും 6 കോർ GPUം 8 GB റാമുമാണ്. ഒരു കോർ GPU കൂടുതലാണ് 16 പ്രോയിൽ 17 കമ്പയർ ചെയ്യുമ്പോൾ. 17 പ്രോയിൽ ആപ്പിൾ A19 പ്രോ ചിപ്പും 6 കോർ GPUം 128 GB റാമും വേപ്പർ ചേംബർ കൂളിങ്ങും അവർ ഇപ്രാവശ്യം കൊണ്ടുവന്നിട്ടുണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞു ഇവർ ഉപയോഗിച്ച മെറ്റീരിയൽ ഇപ്രാവശ്യം ഇവർ തിരിച്ച് അലൂമിനിയത്തിലേക്ക് പോയി ടൈറ്റാനിയത്തിൽ നിന്ന്. അത് ഈ സംഗതി കൊണ്ടാണ്. അപ്പോൾ A19 പ്രോ ചിപ്പ് വന്നപ്പോൾ ഇത് വളരെയധികം ചൂടാവാൻ ഉള്ള സാധ്യതകൾ കൂടുതലാണ്. അപ്പോൾ പ്രോസസ്സർ നന്നായിട്ട് ചൂടാവാൻ ചാൻസസ് മനസ്സിലാക്കിയിട്ട് ആപ്പിൾ ഇപ്പോൾ ഒരു വേപ്പർ കൂളിംഗ് ചേംബർ കൊണ്ടുവന്നിരിക്കുകയാണ് ഐഫോൺ 17 പ്രോയിൽ. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ തെർമൽസ്, അതായത് ചൂട് വീണ്ടും കുറക്കുവാൻ വേണ്ടിയാണ് അവർ അലൂമിനിയത്തിലേക്ക് തിരിച്ചു പോയത് ടൈറ്റാനിയത്തിൽ നിന്ന്. നല്ല റിവ്യൂസൊക്കെ പറയുന്നത് 17 പ്രോയും നല്ല പെർഫോമൻസ് തന്നെയാണ്. A19 ചിപ്പുള്ള ഐഫോൺ 17 തന്നെ നമുക്ക് നമ്മുടെ കാര്യങ്ങളൊക്കെ നടക്കുവാൻ ധാരാളമാണ്. ഇനി നമ്മൾ ബാറ്ററിയുടെ കാര്യം എടുത്താൽ ഡെഫിനറ്റ്ലി ഐഫോൺ 17 ഏകദേശം 4% ബാറ്ററി കൂടുതലാണ്. 3692 mAh ഐഫോൺ 16 കമ്പയർ ചെയ്യുമ്പോൾ. പിന്നെ 30 hours പ്ലേ ബാക്ക് ഉണ്ട്. ഐഫോൺ 16 22 hours പ്ലേ ബാക്ക് ഉള്ളൂ. ഫാസ്റ്റ് ചാർജിങ് നോക്കിയാലും 40 watt ഫാസ്റ്റ് ചാർജിങ് ആണ് നമുക്ക് കിട്ടുന്നത്. കഴിഞ്ഞ പ്രാവശ്യം 20 watt ഫാസ്റ്റ് ചാർജിങ് ആണ് നമുക്ക് കിട്ടിയിരുന്നത്. അപ്പോൾ 16 പ്രോയോ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം 30 minutes, അതായത് അരമണിക്കൂറിനുള്ളിൽ 50% പകുതി ചാർജ് ആവുമായിരുന്നു. നേരെ മറിച്ച് 17 ഇപ്രാവശ്യം 20 minutesനുള്ളിൽ തന്നെ 50% ആവും. എന്ന് വെച്ചാൽ 10 minute ഏർലി തന്നെ നമുക്ക് 17 പ്രോയും ഫാസ്റ്റ് ചാർജിങ് കൂടുതലായതുകൊണ്ട്, ഡബിൾ ആയതുകൊണ്ട് നമുക്കത് പെട്ടെന്ന് ചാർജ് ആയി കിട്ടും. വയർലെസ് ചാർജിങ്ങും
കുറച്ച് കൂടിയിട്ടുണ്ട്. 25 വാട്ട് വയർലെസ് ചാർജിങ് ആണ് വരുന്നത് 17ലും 17 പ്രോയിലും. 17 പ്രോയിൽ ബാറ്ററി കുറച്ചും കൂടെ വലുതാണ്, 4252 mAh ആണ്. 20% കപ്പാസിറ്റി കൂടുതലാണ് ഐഫോൺ 16 പ്രോയിനായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ. അപ്പോൾ 16 പ്രോയും 17 നോക്കുകയാണെങ്കിലും ബാറ്ററി 17 തന്നെയാണ് ബെറ്റർ. അപ്പോൾ 17 സീരീസിൽ നല്ല ബാറ്ററി ഇംപ്രൂവ്മെന്റ് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ പോർട്സിന്റെ കാര്യം എടുക്കുകയാണെങ്കിൽ 16 പ്രോയിലും 17 പ്രോയിലും, അതായത് ആപ്പിളിന്റെ പ്രോ സീരീസിൽ USB 3.0 ആണ്. ഫാസ്റ്റർ ട്രാൻസ്ഫർ സ്പീഡിന് വേണ്ടിയാണത്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ പ്രോ സീരീസിൽ പ്രോറെസും പിന്നെ റോ ഫുട്ടേജും ഒക്കെ ഷൂട്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഭയങ്കര അധികമായിരിക്കും ഫയൽസ്. അങ്ങനെയുള്ള ആൾക്കാർക്ക് സിസ്റ്റത്തിലേക്കും ഫോണിലേക്കും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ എല്ലാ ദിവസവും ചിലപ്പം ഫയൽസ്, ഈ ഹ്യൂജ് ഫയൽസ് ട്രാൻസ്ഫർ ചെയ്യേണ്ടി വരും. ഒരു സ്പീഡ്സിന് വേണ്ടിയാണ് 3.0 ആപ്പിൾ പ്രോ സീരീസിൽ കൊടുത്തതും. 17ലും 16ലും ബേസ് മോഡൽസിൽ നമുക്ക് USB C 2.0 ആണ് കിട്ടുന്നത്. പിന്നെ ഇനി എക്സ്ട്രാ ഫീച്ചേഴ്സ് ആയിട്ടുള്ള ബാക്കിയുള്ള കാര്യങ്ങൾ നമ്മൾ നോക്കുകയാണെങ്കിൽ പ്രോ സീരീസിൽ സ്റ്റുഡിയോ ക്വാളിറ്റി 4-way മൈക്ക് വരുന്നുണ്ട്. അപ്പോൾ വ്ളോഗേഴ്സിനും അല്ലെങ്കിൽ സ്റ്റുഡിയോ ക്വാളിറ്റി അങ്ങനത്തെ കാര്യങ്ങൾക്കൊക്കെ എടുക്കുമ്പോൾ മൈക്ക് കൂടുതൽ ബെറ്റർ പ്രോ സീരീസിലെ മൈക്ക് തന്നെയാണ്. പിന്നെ 17ലോ 17 പ്രോയിലോ പിന്നെ ഉള്ളൊരു ഫീച്ചർ, അതായത് പുതിയ ഹൈലൈറ്റ് എന്താണെന്ന് വെച്ചാൽ N1 ചിപ്പാണ്. അതായത് ലേറ്റസ്റ്റ് ആയിട്ടുള്ള ബ്ലൂടൂത്ത് 6, Wi-Fi 7, NFC, C1X സെല്ലുലാർ മോഡം, ഇതൊക്കെ ലേറ്റസ്റ്റ് ആയിട്ട് 17ലും 17 പ്രോയിലും വരുന്നുണ്ട്. അപ്പോൾ അതിൻ്റേതായ ഇംപ്രൂവ്മെൻറ്റ്സും എഫിഷ്യൻസീസും നമുക്കിതിൽ കാണാൻ സാധിക്കും. അപ്പോൾ ഇപ്പം നിങ്ങളൊരു കൺഫ്യൂഷൻ മാറിക്കഴിഞ്ഞിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. 17നും 16 പ്രോയും തമ്മിൽ നോക്കുകയാണെങ്കിൽ ക്ലിയർ വിന്നർ 17 തന്നെയാണ്. അപ്പോൾ നിങ്ങൾ പൈസ ഈ ഇപ്രാവശ്യത്തെ സെയിലിൽ ആമസോണിനും ഫ്ലിപ്കാർട്ടിനും 16 പ്രോയിന് പോകാതിരിക്കുക, 17 തന്നെ വാങ്ങിച്ചാൽ മതി. പിന്നെ നിങ്ങൾ അത്രയും പ്രൊഫഷണൽ യൂസറാണ്, നിങ്ങൾക്ക് ബഡ്ജറ്റ് ഉണ്ടെങ്കിൽ 17 പ്രോ തന്നെ പോകുക. ലാസ്റ്റ് ബട്ട് നോട്ട് ലീസ്റ്റ്, ആപ്പിൾ ഇപ്രാവശ്യം ഭയങ്കര കൊട്ടിഘോഷിച്ചിറക്കിയ ഏറ്റവും തിന്നായിട്ടുള്ള ഐഫോൺ 17 എയർ. പണ്ട് ആപ്പിൾ മാക്ബുക്ക് എയർ ഒക്കെ വന്ന സമയത്ത് എല്ലാവരും ഞെട്ടിയതുപോലെ തന്നെ ആ ഒരു തിന്നസ് തന്നെയാണ് ഇപ്രാവശ്യം ഇതിലുള്ളത്. പക്ഷേ ഈ ഫോണിൽ വളരെയധികം റെഡ് ഫ്ലാഗ്സ് കുറേ കാണാനുണ്ട്. ഒന്ന്, ഇതിൻ്റെ ഇൻറ്റേർണൽസ് ആണ്. ബാറ്ററിക്ക് സ്ഥലം കൂടുതൽ വെക്കാൻ വേണ്ടിയിട്ട് ഇവർ കുറേ ഈ കോമ്പണൻസ് ഒക്കെ വളരെയധികം മുകളിലേക്ക് മറ്റേ ക്യാമറ ബമ്പ് ഉള്ള ഭാഗത്തേക്ക് കൊണ്ടുവന്നിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ക്യാമറ ഒറ്റ ലെൻസ് ഉള്ള ക്യാമറയെ കുറച്ചിരിക്കുന്നു. ഇത് ടെസ്റ്റിങ്ങിലൊക്കെ തന്നെ ഫോട്ടോസ് എടുക്കുമ്പോൾ ഈ ബോക്കെ വരുന്ന സിറ്റുവേഷൻസിൽ, അതായത് ബാക്ക്ഗ്രൗണ്ട് ഡെപ്ത് കാണിക്കേണ്ട സിറ്റുവേഷൻസിൽ ഇതിന് ക്യാമറക്ക് ലെൻസിനത് സെപ്പറേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല എന്ന് കുറേ ടെസ്റ്റേഴ്സ് കാണിക്കുന്നുണ്ട്. പിന്നെയുള്ള ഒരു റെഡ് ഫ്ലാഗ് എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ ഹീറ്റിംഗ് ആയിരിക്കും. കാരണം A19 പ്രോ, അതായത് പ്രോ സീരീസിൽ വരുന്ന അതേ ചിപ്പ് A19 പ്രോ തന്നെയാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. 17 പ്രോ നമ്മൾ കണ്ടു, അവർ ഈ ചൂട് ഒഴിവാക്കാൻ വേണ്ടി അവരെന്തൊക്കെയാണ് ഇപ്രാവശ്യം ചെയ്തിരിക്കുന്നത്. പഴയ മെറ്റീരിയലായ അലൂമിനിയത്തിലേക്ക് ടൈറ്റാനിയത്തിൽ നിന്ന് തിരിച്ചുപോയി ഇപ്രാവശ്യം പ്രോ സീരീസിൽ. അതുമാത്രമല്ല ഒരു വേപ്പർ കൂളിംഗ് ചേംബർ വരെ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആപ്പിളിന് തന്നെ അറിയാം A19 പ്രോ നല്ലോണം ചൂടാവും സസ്റ്റെയിൻഡ് ലോഡിൽ. അതുകൊണ്ട് ആ ഒരു തെർമൽ മാനേജ്മെൻറ്റ് അവർ വളരെയധികം ശ്രദ്ധിച്ചിട്ടുണ്ട്. പക്ഷേ അതൊന്നും ഇതിൽ കിട്ടുന്നില്ല. കൂളിംഗ് വേപ്പർ ചേംബർ ഇല്ല. പണ്ടത്തെ ടൈറ്റാനിയം അലോയ് മെറ്റീരിയൽ തന്നെയാണ് ഐഫോൺ 17 എയറിലുള്ളത്. അപ്പോൾ അതുകൊണ്ട് എന്തായാലും ഇത് ചൂടാവേണ്ട സാധ്യത വളരെയധികം കൂടുതലാണ്. പിന്നെ സ്ക്രാച്ച് വരാനും ഇതൊക്കെ വളരെയധികം സൈഡിൽ ചാൻസസ് കൂടുതലാണ്. കാരണം വളരെ മെറ്റാലിക് ആയിട്ടുള്ള ഒരു ഡിസൈൻ തന്നെയാണ് സൈഡിൽ ഫ്രെയിമിലൊക്കെ കൊടുത്തിരിക്കുന്നത്. ഇത് കേസ് ഇട്ട് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഇതിൻ്റെ അർത്ഥം എന്താ, ഇത്രയും തിന്നസ് ആയിട്ടുള്ള ഒരു ഫോൺ നമ്മൾ വാങ്ങുന്നതിൽ. ഇനി അതിൻ്റെ അപ്പുറം നേരത്തെ ബാറ്ററി പറഞ്ഞ പോലെ സെപ്പറേറ്റ് ആയിട്ട് ഒരു അഡീഷണൽ ബാറ്ററി ഇതിനായിട്ട് ഡിസൈൻ ചെയ്ത് അവർ ഇറക്കിയിരിക്കുന്ന മാക്സേഫ് പോലെ ഇതിൻ്റെ കൂടെ യൂസ് ചെയ്യാം. ഓൾ ഡേ ബാറ്ററി അവർ പറയുന്ന പോലെ ഒന്നും കിട്ടാൻ പോകുന്നില്ല. അപ്പോൾ ഐഫോൺ 17 എയർ കാണാൻ നല്ലതാണ്, പക്ഷേ കുറേ റെഡ് ഫ്ലാഗ്സ് ഐഫോൺ 17 എയറിൽ കാണാനുണ്ട്. നമ്മൾ കണ്ടറിയേണ്ടി തന്നെ. നിങ്ങൾ ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾക്ക് ഐഫോൺ 17ൻ്റെ എല്ലാ ഇതും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ തീർച്ചയായും നിങ്ങളുടെ ആരെങ്കിലും ഫ്രണ്ട്സ് കൺഫ്യൂഷൻ അടിച്ച് റിലേറ്റീവ്സ് ആരെങ്കിലും ഐഫോൺ